ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 4-ാമത്തെ അധ്യായം 63 ഭാഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. 71 ശ്ലോകങ്ങളാണ് പറഞ്ഞു വെച്ചത്. 72-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. 64-ാമത്തെ ഭാഗം. ആത്മദേവൻ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ചു, താൻ ചെയ്തതൊക്കെ വലിയ അബദ്ധമായി, ഉണ്ണി വേണ്ടായിരുന്നു എന്ന് തോന്നി. ചീത്ത ഉണ്ണി ജീവിതം മുഴുവൻ നഷ്ടമാക്കും. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാം ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. 72-ാമത്തെ ശ്ലോകം. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാൻ ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. ഇപ്പം ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ ദുഃഖത്തെ ആരാ തീർത്തു തരിക? ദുഃഖം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടുകൂടായില്ല. ഇങ്ങനെ എനിക്ക് ഇത്ര കഷ്ടം വന്നു ചേരാനുള്ള കാരണം എന്താ? ഇതിങ്ങനെ വന്നൂലോ. ആത്മവിമർശനം. ക്വ തിഷ്ഠാമി, ഞാൻ എവിടെയാ ഇരിക്കേണ്ടത്? വീട് സ്ഥലമില്ലാണ്ടായി, വീടൊക്കെ പോയി. അതൊക്കെ സ്വന്തക്കാരി വേശികൾക്ക് കൊടുത്തു, മകൻ. പിന്നെ ക്വ ഗച്ഛാമി, എവിടേക്കാണ് ഞാൻ പോവുക? എനിക്ക് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? ഇപ്പം ഞാൻ എവിടെ ഇരിക്കുക? വീട്ടിൽ സ്ഥലമില്ല. ഞാൻ എവിടേക്കാണ് പോവുക? എവിടെ ചെന്നാലും അപ്പം അത് കിട്ടുക? കോമേ ദുഃഖം വ്യപോഹയേത്, എൻ്റെ ദുഃഖം ആരാണ്? കഹ, ആരാണ്? വ്യപോഹയേത്, ഇല്ലാണ്ടാക്കുക. എൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കേണ്ട ഒരാൾ ആരാ എനിക്ക് സഹായം ചെയ്യുക? പ്രാണാം ത്യജാമി, എൻ്റെ ഈ പ്രാണങ്ങളെ ഒരു പക്ഷേ ഒഴിവാക്കേണ്ടി വരും, നശിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പ്രാണൻ ത്യജിക്കേണ്ടി വരും, വേണ്ടാന്ന് വെക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ദുഃഖം കൊണ്ട്, ദുഃഖേന. ഹാ കഷ്ടം, ഇതൊരു മഹാകഷ്ടം തന്നെയായില്ലോ. മമ സംസ്ഥിതം, ഇപ്പോൾ എൻ്റെയുള്ള ഒരു അവസ്ഥ, ഞാനിപ്പോൾ ഇരിക്കുന്നതായിട്ടൊരവസ്ഥ, അത് വളരെ ദോഷമായി. വീടില്ല, മറ്റേ വസ്തുക്കളൊന്നും സ്വന്തമല്ല. മകൻ്റെന്ന് അടിയും താടനങ്ങളും പീഡനങ്ങളും വന്നു. മകൻ ഉണ്ടായതാണ് കാരണമായത്. അപ്പോൾ ആത്മദേവൻ സ്വയം ചിന്തിക്കുകയാണ്. ക്വ തിഷ്ഠാമി, ഞാൻ എവിടെ ഇരിക്കേണ്ടത്? ക്വ ഗച്ഛാമി, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? കഹ മേ ദുഃഖം വ്യപോഹയത്, എൻ്റെ ദുഃഖത്തെ ആരാണ് ഇല്ലാണ്ടാക്കുക? ദുഃഖം മറികടക്കാനുള്ള മാർഗം ആര് പറഞ്ഞു തരും അല്ലെങ്കിൽ സഹായിക്കും? പ്രാണാൻ ത്യജാമി ദുഃഖേന, ഒരു പക്ഷേ എനിക്ക് പ്രാണൻ ഒഴിവാക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും, ഞാൻ മരിച്ചു പോകും. ഈ ദുഃഖമാണ് കാരണം. ഹാ കഷ്ടം മമ സംസ്ഥിതം, ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ്. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാൻ ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. എപ്പോഴാണോ ഈ കൃപണഭാവം വന്നത്, കൃപണഭാവം ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഈശ്വരനെ സ്മരിക്കുക എന്ന ഒരു സമർപ്പണഭാവം, ഞാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ ഞാൻ തന്നെ സ്വയം വിശകലനം ചെയ്തുകൊണ്ട് ഇത് എന്നിൽ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് പ്രീതിയോട് കൂടിയിട്ട് തന്നത് തന്നെയാണ് എന്ന്. ഭഗവത് സ്മൃതി അങ്ങനെയാണ്, വിധിയെ സ്മരിക്കുക. അപ്പം അത് നല്ലവണ്ണം സ്വയം വിശകലനം ചെയ്യാനും സാധിച്ചു ഈ ഒരു ഭാവം ഉണ്ടായതുകൊണ്ട്. പശ്ചാത്താപം വന്നു എന്ന് അതിൻ്റെ പരിണാമം. പശ്ചാത്താപം വരല് വളരെ പിന്നെ മുക്തി മാർഗത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. പ്രായശ്ചിത്തം, പരിഹാരം, പശ്ചാത്താപം, 3 കാര്യങ്ങളാണ്. പ്രായശ്ചിത്തം എന്നുള്ളത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ദോഷം കണ്ടുവച്ചാൽ പാപം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യണം, പകരം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പരിഹാരം എന്ന് സാധാരണ പറയാറും ഈ ഈശ്വരന് കൊടുക്കേണ്ടതായിട്ടുള്ള ഹോമപൂജാദി കാര്യങ്ങളെയൊക്കെ ചെയ്യൽ, പ്രേതങ്ങൾക്ക് കൊടുക്കേണ്ടതാണെന്ന് വെച്ചാൽ അതിൻ്റെ ചില ദാനാദി കാര്യങ്ങളൊക്കെ ചെയ്യൽ.
ഇങ്ങനെ ഈ പ്രായശ്ചിത്തം പരിഹാരത്തോട് കൂടിയിട്ട് ചെയ്യാം. പ്രായശ്ചിത്തം പരിഹാരത്തോട് കൂടിയിട്ട് ചെയ്യാം. അതാണ് നമ്മൾ ഈ ജ്യോതിഷിയെ കാണലും അത് കഴിഞ്ഞാൽ പിന്നെ പരിഹാര കർമ്മങ്ങളൊക്കെ വിസ്തരിച്ച് ചെയ്യാനൊക്കെ പറഞ്ഞൊക്കെ ഈ പ്രായശ്ചിത്തം പരിഹാരമായിട്ട് ചെയ്യാണ്. അത് ഈ ചെയ്യണയാൾ എങ്ങനെ വേണം? പശ്ചാത്താപത്തോടു കൂടിയിട്ട് വേണം. ഇതിനെ മുഴുവൻ അറിഞ്ഞ് കൃപണഭാവത്തോടു കൂടിയിട്ട് അറിഞ്ഞിട്ട് അതിനെ പരിഹരിക്കാൻ ഞാൻ ഇതാ ഭഗവാനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതാ ചെയ്യുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സോട് കൂടിയിട്ട് ഞാൻ ഇതാ ചെയ്യണു. ഭാഗവതം വായിച്ച് കേൾപ്പിക്കണോ പ്രേതങ്ങളെ, വായിച്ച പ്രേതങ്ങളെ, ദുരിതങ്ങൾ അവരെ തീർക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിച്ച് കേൾപ്പിക്കണോ. അപ്പോൾ ഭാഗവതം കേൾക്കാൻ അവിടെ ഇരിക്കണം. ആര് കേൾക്കണം? ഈ പശ്ചാത്താപത്തോടു കൂടിയിട്ട് ഈ പരിഹാര കർമ്മങ്ങളെ ചെയ്യുന്നതായിട്ടുള്ള ആ ക്ലൈൻറ്റ് അവിടെ ഇരിക്കണം. പ്രേതങ്ങളെ മാത്രം കേൾപ്പിച്ചാൽ പോരാ. ഞാൻ സാധാരണ കുറച്ച് വാശി പിടിച്ച് ഞാനാ വായിക്കണമെങ്കിൽ അവിടെ ഇരിക്കൂ, ഇത് കേൾക്കൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അവർക്കും കൂടിയും ഇത് അവർക്കൊന്നും അറിഞ്ഞിട്ടല്ല, സംസ്കൃതമൊന്നും അറിഞ്ഞിട്ടല്ല, പറ്റാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഭാഗവതത്തിലേത് മാത്രമേ പറയാവൂ. ഇത് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും മറ്റബദ്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഈ ഈശ്വരഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടതായിട്ടുള്ളൊരു ആദ്യത്തെ പടിയാണ് പശ്ചാത്താപം എന്നത്. അത് ആത്മദേവന് വന്നു. അപ്പോഴാണ് തദാനീം തു സമാഗത്യ, ആ സമയത്താണ് വന്നത്. ഈ മകൻ അവിടെ ഉണ്ട്. ആര്? ഗോകർണഹ ജ്ഞാനസംയുത, ജ്ഞാനത്തോടു കൂടിയതായിട്ടുള്ള മകൻ ഗോകർണൻ അവിടെ ഉണ്ട്. തദാനീം തു സമാഗത്യ, അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വന്നതല്ല, അവിടെ ഉണ്ട്. അപ്പോഴാണ് മകൻ, യോഗ്യനായിട്ടുള്ള മകൻ, ജ്ഞാനിയായിട്ടുള്ള മകൻ അവിടെ ഉണ്ട് എന്ന് ഈ പശ്ചാത്താപം വന്നപ്പോഴാണ്. ആത്മദേവന് ആരെ അറിയില്ലേ? സ്വന്തം മകനല്ലേ. പശു പ്രസവിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ബോധയാമാസ ജനകം, അച്ഛനെ ബോധിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. എന്ത്? വൈരാഗ്യം. വൈരാഗ്യമാണ് ബോധ്യപ്പെടുത്തിയത്. ജ്ഞാനിയായിട്ടുള്ള ആ മകൻ ഗോകർണൻ അച്ഛന് ജ്ഞാനമല്ല കൊടുത്തത്, വൈരാഗ്യമാണ് കൊടുത്തത്. ബോധയാമാസ. പ്രപഞ്ചത്തിലെ ഓരോന്നും നശ്വരമാണ്, അത് മിഥ്യയാണ്, നമുക്ക് വേണ്ടതല്ല. പ്രാരബ്ധം തീർക്കാനുള്ള ഉപാധി മാത്രമാണ് പ്രകൃതി അംശമായിട്ടുള്ള ഈ ദേഹവും ദേഹം അനുഭവിക്കുന്നതായിട്ടുള്ള ഈ പ്രാരബ്ധവും അത് തരുന്നതായിട്ടുള്ള പ്രകൃതി അംശങ്ങളും. ഇതാണ് ബോധ്യപ്പെടുത്തിയത്. അതാണ് വൈരാഗ്യം. അതിൽ നിന്നാണ് വൈരാഗ്യം വേണ്ടത്. പഞ്ചസ്പർശങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന ഈ അഞ്ചെണ്ണെ ഉപേക്ഷിക്കണ്ടു. അതിലുള്ള ആസക്തിയാണ് ഉപേക്ഷിക്കേണ്ടത്. ഇതെല്ലാം എനിക്കാണ് എന്ന് ഞാൻ സ്വയം കൂട്ടിവെക്കൽ, അതിനെയാണ് ഉപേക്ഷിക്കേണ്ടത്. വൈരാഗ്യം പരിദർശയൻ, നന്നായിട്ട് തന്നെ കാട്ടിക്കൊടുത്തു എന്നാ. വൈരാഗ്യത്തെ ബോധ്യപ്പെടുത്തി. സ്വന്തം ഉണ്ണിയാണ്. ഈ ദുന്തുകാരിയുടെ ഒപ്പം അവിടെ ഉണ്ട്. ദുര്യോധനനും ധർമ്മപുത്രനും പോലെ. അപ്പോൾ നമ്മൾ സ്വതവേ ധൃതരാഷ്ട്രന്മാരാണ്. നമുക്ക് അകക്കണ്ണുണ്ടോ അറിയില്ല, തുറക്കാറില്ല. നമ്മൾ പുറമേത്തെ കണ്ണിൽ കാണുന്നത് മുഴുവൻ നല്ലത്, അത് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമുക്കുള്ള എന്തോ നിശ്ചയില്ല, അത് പറ്റുന്നില്ല. ഭാഗവതം എത്ര പുരാണങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാം നല്ല ശാസ്ത്രങ്ങളുണ്ട്, എന്തുകൊണ്ടത് പാഠം ചെയ്യുന്നില്ല? 100 ആൾ താഴെയല്ലേ ഇപ്പോൾ ഇത് കേൾക്കുന്നത്. അങ്ങനെ ഓരോരോ ആചാര്യന്മാരുടെയും ഇതേപോലെയുള്ള രംഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ അതെല്ലാം കൂട്ടി വെച്ചാലും 1% ആവുമോ? ഇല്ല. ബാക്കി 99% എന്താ സംഭവിക്കുക? അവിടെയാണ് കുഴപ്പം. അപ്പോൾ മകൻ ഇല്ലാഞ്ഞിട്ടല്ല, ജ്ഞാനിയായിട്ടുള്ള മകൻ ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ ഗുരുക്കൾ ധാരാളമുണ്ട്, ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാർ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ചെയ്യാൻ, ആ രീതിയിൽ ഈ മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ ഇതുപോലെയുള്ള ഈ ധനം ധാരാളം ഉണ്ടാകുമ്പോൾ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത രീതിയിലോ അന്യനെ വഞ്ചിക്കാതെ സാത്വിക ഭാവത്തിൽ ജീവിക്കാനോ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ, കലികാലത്തിൽ അത് എളുപ്പമല്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചു വെച്ചാൽ എത്ര നന്നായിരുന്നു. ഒന്നും വേണ്ട, ബലി പറഞ്ഞ കൂട്ടത്തിൽ
ആ കൂട്ടുകാരായിട്ടുള്ള അസുരന്മാരെ മന്ത്രിമാരായിട്ടും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അവരോട് പറഞ്ഞു, ഇപ്പം കാലം അനുകൂലമല്ല, നിങ്ങളെല്ലാവരും പാതാളത്തിലേക്ക് പോയിക്കോളൂ. രാജാവിനെ കെട്ടിയിട്ടുള്ള സമയത്താണ്, ബലിയെ കെട്ടിയിട്ടുള്ള സമയത്താണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായിട്ടുള്ള കൂട്ടുകാരോട് പറഞ്ഞ ഇതാണ്, ഇപ്പോൾ കാലം അനുകൂലമല്ല, പൊയ്ക്കോളൂ, കാലം അനുകൂലമാകുമ്പോൾ വന്നോളൂ. അത് പറയാനും കൂടി ഇന്ന് ആളില്ല. അപ്പം എന്താ പ്രശ്നം? നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആത്മദേവന് ഇത്രയും കാലം 2 മക്കളും കൂടിയുണ്ട്. ഈ മകനെ തിരുത്താൻ പറ്റുമോ? പറ്റിയില്ല. എന്നാൽ ഈ മകനിൽ നിന്ന്, ഈ ഗോകർണനിൽ നിന്ന് ജ്ഞാനത്തെ മേടിക്കാൻ തോന്നിയോ? ഇല്ല. ആത്മദേവൻ ജ്ഞാനിയാണ് സ്വയമേവ. ബോധയാമാസാന്നേ പറഞ്ഞിട്ടുള്ളൂ. ബോധിപ്പിച്ചു, ബോധത്തെ ഉണർത്തി. ഉദ്ധരേത് ആത്മന ആത്മാനം, ഞാൻ തന്നെ വേണം എന്നെ ഉണർത്താൻ. അപ്പം അതിന് PhDക്ക് ഗൈഡ് ആണ്. ആ ഗൈഡ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഈ ഗോകർണൻ ഇദ്ദേഹത്തിന് ചെയ്തത്, ആത്മദേവൻ അച്ഛന് ചെയ്തു കൊടുത്തത്. തദാനീം തു സമാഗത്യ, ഭാഗവതത്തിൻ്റെ ഒരു സൂചന എത്ര നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. വൈരാഗ്യത്തെ പറഞ്ഞു കൊടുത്തു, വൈരാഗ്യത്തെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ വഴിയിലൂടെ പോയി എന്നതാണ്. എന്താ വൈരാഗ്യം? വീട് ഉപേക്ഷിച്ച് പോയി ഗോകർണൻ്റെ ഉപദേശം കൊണ്ട് ആത്മദേവൻ ഭാഗവതം വായിച്ചുകൊണ്ട് മുക്തനായി. അതാണ് പരിദർശയൻ. അപ്പോൾ തദാനീം തു സമാഗത്യ, ആ സമയത്ത് അവിടെ വന്നു ചേർന്നതായിട്ടുള്ള ഗോകർണൻ്റെ വിശേഷണമായിട്ട് ജ്ഞാനസംയുത, ആത്മദേവന് ജ്ഞാനിയാണ് കേട്ടോ. ഗോകർണ ജ്ഞാനസംയുത, അദ്ദേഹം ബോധയാമാസ ജനകം, അച്ഛനെ ബോധിപ്പിച്ചു നല്ലോണം. എന്താ ബോധിപ്പിച്ചത്? വൈരാഗ്യത്തെ കാണിച്ചു കൊടുത്തു. പരിദർശയൻ, നന്നായിട്ട് തന്നെ. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക സുത കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. ഇനി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മളെ പോലുള്ളവർക്ക് അത് പോരാ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു. അതാണ് എന്താണ്? അസാര ഖലു സംസാര ദുഃഖരൂപി വിമോഹക സുത കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ അനിശം. ഈ സംസാരത്തിൻ്റെ സ്വരൂപം അത് നല്ലവണ്ണം വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയാണ്, നോക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഭൗതികത, ലൗകികത മുഴുവൻ നിസ്സാരമാണ്. അത് മുഴുവൻ നമുക്ക് ദുഃഖത്തെ തരുന്നതാണ്. ഈ ദേഹബോധം കൊണ്ട് നാം അതിൽ പെട്ടുപോവുകയും ചെയ്യും, മോഹത്തിലാകുന്നു. അതാണ് ആരുടെ ആ മകൻ, ആരുടെ ആ ധനം, ആര് പുത്രധനാദികളെ ആത്മീയത്വേന കരുതി സ്നേഹിക്കുന്നുവോ ആ പുരുഷൻ എപ്പോഴും പരിതപിക്കുന്നു. എൻ്റെ എന്ന് ഞാൻ കണക്കാക്കുന്നതായിട്ടുള്ള പുത്രനായാലും ശരി, ഭാര്യ ആയാലും ശരി, അത് ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക്, ധനം, അതേപോലെ യശസ്, 3 ഏഷണകളാണ്. ഏഷണാത്രയം എന്ന് പറയും. ഇത് ധനം എൻ്റെയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് തന്നതാണ്, എനിക്ക് കിട്ടിയതാണ്. ധനം എൻ്റെയാണ്, ആദ്യത്തെ ഏഷണ. രണ്ടാമത്തെ ഏഷണ മകൻ, ഭാര്യ ഒക്കെ എൻ്റെ സ്വന്തം. യശസ് ഞാനുണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മളൊരു കുലത്തിൽ ജനിച്ചു, ബ്രാഹ്മണനായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ ഉണ്ടാക്കിയതാണോ ഈ ബ്രാഹ്മണഭാവം? പൂർവ്വജന്മങ്ങളിൽ ഒരു പക്ഷേ അതിനുള്ള അർഹത കിട്ടിയിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം ഈ ജന്മത്തിൽ ബ്രാഹ്മണ ജന്മം കിട്ടിയതല്ല എന്ന് പറയല്ല. എങ്കിലും ഈ കുലത്തിൽ ജനിച്ചു, ഭഗവാൻ തന്നതാണ്. ഇതിനെ ഭഗവാൻ, ഏഷണാത്രയം എന്നുള്ളത് നമുക്ക് ഭഗവാൻ തന്നതാണ്. എന്ത്? ഈ യശസ് ഭഗവാൻ തന്നതാ. മക്കള്, ബന്ധുക്കൾ, ഭാര്യ ഭഗവാൻ തന്നതാ. നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ, ധനം തൊട്ടുള്ള ഓരോന്നും, ധനം എന്നുള്ള മാക്സിമം പറയാം.
ധനം തൊട്ടുള്ള ഓരോന്നും, ധനായാലും സ്വർണ്ണായാലും പറമ്പായാലും ഭൂമി ഉണ്ടല്ലോ, വീടായാലും കാറായാലും ബംഗ്ലാവായാലും തുണിയായാലും പണ്ടൊക്കെ അല്ലേ, അതൊക്കെ ഭഗവാൻ തന്നതാ. ഈ 3 ഏഷണാത്രയം മറികടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അച്ഛാ വേണ്ടത്. അസാര ഖലു സംസാര. സംസാരം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. അത് സാരമില്ലാത്തതാണ്. ഏത്? ഈ പ്രപഞ്ചം. ദുഃഖരൂപി വിമോഹക. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായിട്ടുള്ള ഭൗതികത മുഴുവൻ ദുഃഖരൂപിയാണ്, മോഹിപ്പിക്കുന്നതാണ്. നമുക്കത് വേണം ഇത് വേണം എന്നുള്ള മലയാളത്തിലെ മോഹവും, ഞാൻ ഈ ദേഹമാണ് എന്ന തെറ്റിദ്ധാരണയാകുന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഈ പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ എനിക്ക്, എൻ്റെ ഈ ദേഹത്തിന് എന്ന് തോന്നൽ, അതാണ് മോഹം. വിമോഹക. നമ്മൾ മോഹിക്കപ്പെട്ടിരിക്കണം. മോഹിക്കപ്പെട്ടതാണ് അച്ഛനിപ്പോൾ പറ്റിയ അബദ്ധം. ദുഃഖരൂപിയാണ് ഈ പ്രപഞ്ചം. സുത കസ്യ. മകൻ ആരുടെ മകൻ? അച്ഛപ്പം എന്താ കണക്കാക്കിയേ? സത്യല്ലേ? അച്ഛൻ്റെ ആണോ ദുന്ദുകാരി? അച്ഛൻ്റെ ആണോ ഈ ഗോകർണൻ? ആത്മദേവൻ്റെ അല്ല, ദത്തുപുത്രനാ. അപ്പോൾ സുധ ആരാ? പച്ച മലയാളത്തിലാണ് ചോദിച്ചത്, പക്ഷെ ആത്മദേവന് പാവം മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ സുധ കസ്യ. ധനം കസ്യ. അച്ഛൻ ഉണ്ടാക്കിയതായി ധനം അല്ല. 50% ദാനം കൊടുത്തിരിക്കണേ, ബാക്കി 50 ഉള്ളൂ. അത് അച്ഛൻ്റെ അല്ല, അത് ഭാര്യയുടെയാ സ്വത്തേ. അച്ഛൻ്റെ 50%, ആത്മദേവൻ്റെ 50% ദാനം കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായതേ. ഞങ്ങൾ അച്ഛൻ്റെ പുത്രനല്ല, പുത്രന്മാരല്ല. ഇപ്പോൾ ഈ അച്ഛൻ ഈ നശിപ്പിച്ചു എന്ന് വിചാരിക്കുന്ന ധനം ഭാര്യയുടെയാ, സുന്ദുകാരിയുടെ അമ്മയുടെയാ. വ്യംഗ്യം, ഗൂഢം, മർമ്മം, ശ്ലേഷം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ പുത്രൻ ആരുടെയാ? ധനം ആരുടെയാ? സ്നേഹവാൻ. എന്തിനോടാ സ്നേഹം? പുത്രനോടും ധനത്തിനോടാ സ്നേഹം, ഈശ്വരനോടല്ലാതെ. സ്നേഹം ഈശ്വരനോടാണെങ്കിൽ ജ്വലിതേ, ആ ജീവൻ തന്നെ ജ്വലിക്കപ്പെടും. അതല്ലെങ്കിലോ നമ്മൾ നശിച്ചു പോവും. നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നശിക്കുക? അതേപോലെ അനിശം മുഴുവനും നശിച്ചു പോകും. അപ്പോൾ ഈ ഏഷണാത്രയം മറികടന്നോളൂ എന്ന് പറയുകയാണ്. അസാര ഖലു സംസാര ദുഃഖരൂപി വിമോഹക. ഈ സംസാരം എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ദേഹത്തിൽ കയറിയിട്ടാണ്. ജീവനാകുന്ന ഞാൻ ദേഹത്തിൽ കയറിയിട്ട് ഞാൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള മോഹം അതിൽ പെട്ടുപോയി. എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അനവധി ശരീരത്തെ എടുക്കുകയാണ്. അതാണ് സംസാരം. ആ ശരീരത്തിലൂടെ ഒക്കെ ചെയ്യുന്നത് ഈ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിക്കുക. അത് സാരമില്ലാത്തതാണ് അസാരം. അസാര ഖലു സംസാര ദുഃഖരൂപി വിമോഹക. സുതക്കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലിതേ നിശം. സുതൻ ആരാണ്? മകൻ ആരുടെയാണ്? ധനം ആരുടെയാണ്? സ്നേഹവാൻ ജ്വലിതേ നിശം. ഇങ്ങനെ അവരോട് സ്നേഹമുണ്ടെങ്കിൽ മുഴുവനായിട്ടും നമ്മൾ കത്തിത്തീരും കേട്ടോ. ഈ വെൽഡിങ് റാഡ് കത്തിത്തീരുന്നത് പോലെ ഒന്നുമില്ലാണ്ടാവും, ഒരു വസ്തു ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മളിതെന്താ, ഈ ഒട്ടലക്കാരുടെ ആ ഒട്ടലില്ലാച്ചാൽ കുഴപ്പമില്ല. ഇതേ ഒട്ടൽ ഭഗവാനോടാണെങ്കിലോ ഈ ദേഹത്തെ ഇനി വേണ്ടാത്ത രീതിയിൽ സംസാരത്തെ തീർത്തു തരും. പിന്നെ ജനിക്കണ്ട, മരിക്കണ്ട. എന്തൊരു ഭാഗ്യ. ഒരേ കാര്യമാണ്, പക്ഷേ വ്യത്യാസം വന്നു. അസാര ഖലു സംസാരോ ദുഃഖരൂപി വിമോഹക. സുതക്കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലിതേ നിശം. ഇനി ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിത് ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിരക്തസ്യ മുനേഹേ ഏകാന്തജീവിന. അച്ഛാ, ഇതാണ് വേണ്ടത് കേട്ടോ. ഇന്ദ്രന് സുഖമുണ്ടോ? സാർവഭൗമനാണ്, 14 ലോകങ്ങളുടെയും അധിപനാണ്. മനുവിന് സുഖമുണ്ടോ? ഇല്ല. അതേപോലെ ചക്രവർത്തിമാർക്ക് വല്ല സുഖമുണ്ടോ? ഇല്ല. സുഖം ആർക്കുണ്ടെന്ന് അച്ഛൻ പറയണ, ഈ സംസാരത്തിൽ വിരക്തനായിട്ടുള്ള ഒരാൾക്ക്, പാക്കനാർക്ക് സുഖമുണ്ട്. എന്താ കാരണം?
പാക്കനാർ ധനം ഇതൊക്കെ കണ്ടപ്പോൾ ഭാര്യയോട് പറഞ്ഞത് അത് ആളെ കൊല്ലിയാട്ടോ എന്നാ. രണ്ടുപേര് വന്നിട്ട് ഇത് എൻ്റെയാണോ നിൻ്റെയാണോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, തമ്മിൽ തല്ലി മരിച്ചു, രണ്ടുപേരും മരിച്ചു. അപ്പോൾ പാക്കനാർ ചോദിച്ചു, ഭാര്യയെ കണ്ടില്ലേ അപ്പോൾ ആളെ കൊല്ലിയാണത്. എനിക്കിനി ആ പണം വേണ്ട കേട്ടോ. ആ പണം വേണ്ടാന്നല്ല, ഇനി പണമേ വേണ്ടാന്നാ. ഭാര്യ സമ്മതിച്ചു. വൈരാഗ്യം അങ്ങനെയാണ്. കണ്ടോട്ടെ, വേണ്ട, ഉപയോഗിക്കണ്ട, അതാണ്. അപ്പോൾ ഈ സുഖം സംസാരത്തിൽ വിരക്തി ഉള്ളവർക്കാണ് കിട്ടുക. ഏകാന്തത്തിൽ വസിക്കുന്ന മുനിമാർക്ക് മാത്രമാണ് അത് ഉണ്ടാവുക. നമ്മളൊക്കെ സമൂഹ മധ്യത്തിലാണ് താമസിക്കുന്നത്. ഈ സമൂഹ മധ്യത്തിലിരിക്കുമ്പോഴും ഞാൻ വരുന്നത് ഈശ്വരൻ്റെ അടുത്ത് നിന്നാണ്, ഒറ്റയ്ക്കാണ്. ഇവിടെ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ്, ഇനി പോകേണ്ടതും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ജീവിക്കുമ്പോൾ എന്നാൽ സംഘങ്ങളില്ലേ? സംഘങ്ങളുണ്ട്. അത് നോക്കണ്ട, അത് വന്നോട്ടെ, പോയിക്കോട്ടെ. ഒരു കാറ്റ് നമ്മുടെ ശരീരത്തിൽ വന്നു, തട്ടി, പോയി. നമുക്ക് എന്താ ഉള്ളത്? നമ്മളെ അത് ബാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് ബാധിക്കുന്നില്ലേ? സുഖം കിട്ടുന്നില്ലേ? ഉണ്ട്. നമ്മൾ ആ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേർത്ത് വന്ന സമയത്ത് ഫാനിൻ്റെ ചോട്ടിലിരിക്കും, AC-യുടെ ഉള്ളിലിരിക്കും. അപ്പോൾ എങ്ങനെയാണ്, ഏതിനൊക്കെയാണ് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ AC-യുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല, കാറ്റ് കിട്ടുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും അങ്ങനൊരു തരംതിരിക്കലായിട്ടോ നമ്മൾ വാനപ്രസ്ഥത്തിലല്ലാത്തത് കൊണ്ട് അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത്, അച്ഛാ സുഖം എന്നുള്ളത് ഇന്ദ്രനും സുഖമില്ല. എന്നാച്ച ഇന്ദ്രസ്യ സുഖം കിഞ്ചിത് ന സുഖം ചക്രവർത്തിന. ഇന്ദ്രൻ്റെ സുഖം സുഖമല്ല. കാരണം ഇന്ദ്രൻ വൃത്രാസുരനെ പോലെയുള്ള അസുരന്മാരെ കൊല്ലാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. എത്ര അസുരന്മാരുടെ കഥയാണ്. പുരാണങ്ങളിൽ മുഴുവൻ അസുരന്മാരുടെ അല്ലേ. രാക്ഷസനും അസുരനും, രാവണനായാലും ഹിരണ്യകശിപു ആയാലും, ഇനി ദേവി ഭാഗവതമൊക്കെ വെച്ചാൽ മഹേഷനായാലും കണ്ടു നോക്കാം. ശിവപുരാണം വെച്ചാൽ അവിടെ ത്രിപുരന്മാർ ധാരാളം. ഇനിയിപ്പോൾ എണ്ണി പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാതെ. അപ്പോൾ ഇന്ദ്രന് ഒരു സുഖമില്ല. ഇനി ചക്രവർത്തിക്കോ, ഭരിക്കണ ഒരാളുടെ വിഷമം ആലോചിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശ്രീരാമൻ അനുഭവിച്ചത്, പൃഥു മഹാരാജാവ് അനുഭവിച്ചത്, അങ്ങനെ ഓരോരുത്തരും, ഏത് ചക്രവർത്തി ഒന്നുമില്ല. ഭരതനായാലും ഒക്കെ ഒരുപോലെ തന്നെ. അപ്പോൾ അവർക്കൊന്നും സുഖമില്ല. പക്ഷേ വിരക്തന്, ഈ ഈശ്വര സ്മരണ മനനം ചെയ്യുന്നവർക്ക്, ഭാഗവതം മനനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഈ കുറച്ച് നേരം പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് നടക്കണോ എന്ന് ഞാൻ അറിയണില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് പുസ്തകം എടുത്തുകൊണ്ട് പെന്നും പെൻസിലും മറ്റേ എഴുതാറിലൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനെ തയ്യാറായിട്ട് എടുക്കുമ്പോൾ നിങ്ങളും ഈ സമയം പോകുന്നത് അറിയണില്ല. അപ്പോൾ അത്രയും സമയം നമ്മൾ മറ്റൊരു തെറ്റ് ചെയ്യില്ലല്ലോ. മാക്സിമം നമ്മൾ ഇത്രയും സമയം മറ്റൊരാളെ ദ്രോഹിക്കില്ലല്ലോ, അത് ഉറപ്പല്ലേ. അപ്പോൾ ഭാഗവതം കൊണ്ട് ഗുണമല്ലേ കിട്ടുള്ളൂ. പിന്നെ സദാസമയത്തും നമ്മൾ ഇതിലിരിക്കുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയതായിട്ട് ഈ പോസിറ്റിവിറ്റി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ക്രിയേറ്റീവായിട്ടാണ് വരുന്നത് എങ്കിൽ, അതായത് അത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ ഈ ഭാഗവത ശ്രവണം സാർത്ഥകമായില്ലേ. അന്യരെ ദ്രോഹിക്കാത്തൊരവസ്ഥയിൽ നമ്മളെത്തുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള മനസ്സോട് കൂടിയിട്ട് പ്രവർത്തനം ചെയ്യുക, അന്യർക്ക് ഉപയോഗിക്കാൻ വേണ്ട വസ്തുക്കൾ എന്തോ അത് ഉണ്ടാക്കുക, കുട്ടികൾക്ക് ധനം സമ്പാദിച്ചു കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുക. പേരക്കുട്ടിക്ക് താമസിക്കാൻ വീടില്ലാത്രേ, മുത്തശ്ശന് പണം ഇഷ്ടം പോലെ ഉണ്ട്, അതെടുത്തു. പേരക്കുട്ടി അന്യനാട്ടിലാണ്, അപ്പോൾ അവിടെ താമസിക്കാനുള്ളൊരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു. പട്ടണത്തിലാണ്. മുത്തശ്ശൻ ചെയ്തതാ. അതുകൊണ്ടെന്താ കുഴപ്പം? അതന്നെയാ സേവനം. അതിന് വാശി പിടിക്കാഞ്ഞാൽ മതി. അതിന് ഞാനാണ് കൊടുത്തതെന്നുള്ള കർത്തൃത്വ ബോധം ഇല്ലാഞ്ഞാൽ മതി. പേരക്കുട്ടിക്കാണ് ഞാൻ കൊടുത്തത് എന്ന് തോന്നുവരുത്. അവിടെയാട്ടോ കുഴപ്പം. അപ്പോൾ കുഴപ്പമായി. അത് മറ്റൊരു ജീവനാണ്, ഞാൻ മറ്റൊരു ജീവനാണ്. എൻ്റെ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ആ കുട്ടിക്ക് അത് സ്വീകരിക്കാനുള്ള അവകാശം ഭഗവാൻ കൊടുത്തതാണ്. അങ്ങനെ ഞാനും ആ കുട്ടിയുമായിട്ടൊരു ബന്ധമില്ല ഈ ദാനത്തിൻ്റെ പേരിൽ. കടപ്പാട് തിരിച്ച് വിചാരിച്ചാൽ കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെ അല്ലാത്ത രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അതും ദാനം തന്നെയാണ്. നമ്മിൽ നിന്നുള്ളത് ഈ വൈരാഗ്യത്തിന് കാരണമാകും. അപ്പോൾ വൈരാഗ്യം കൊണ്ട് അവനാണ് ഇതൊക്കെ മനനം ചെയ്യണം. ഇതിങ്ങനെ മനനം ചെയ്യുമ്പോഴാണ് ഈശ്വര കാര്യങ്ങൾ മനനം ചെയ്യുമ്പോൾ ഇതൊക്കെ സ്മരിക്കുക. അതങ്ങനെ ഇങ്ങനെ അങ്ങനെ സ്മരിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമ്മൾ ക്രമേണയായിട്ട് എല്ലാറ്റിൽ നിന്നും ഒഴിയും. നമ്മൾ ഒറ്റയ്ക്കാവും. കുടുംബസ്ഥനായിട്ട് ഇരിക്കുകയാണ്, വീട്ടിലാണ് ഇരിക്കുന്നത്, AC മുറിയിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഒറ്റയ്ക്കാണ്. ചുറ്റും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. എന്താ കാരണം? ഞാൻ അവരിൽ നിന്നും ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് മാറുക. എന്നിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങുകയാണ്. പ്രിസർവ്ഡ് അങ്ങനൊന്നുമില്ലേ, പ്രിസർവ്ഡ് ആ ഒരു ഭാവത്തിലേക്ക് ഇങ്ങനെ എത്തുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അത്രേ വേണ്ടു. ഭാഗവതം അത്രേ പറയുള്ളൂ. ക്രമേണയായിട്ട് വൈരാഗ്യം വന്ന് നമുക്ക് മുക്തി കിട്ടാൻ സാധിക്കും. ഈ സ്മരണ സദാസമയത്തും ഭഗവാനിലെത്തും. നാം നമ്മിൽ നിന്നും അകന്ന് നമ്മുടെ ജീവനിലേക്ക്, ഈ ജീവൻ്റെ ഏറ്റവും അടുത്ത് സാക്ഷിയായിട്ടിരിക്കുന്ന വാസുദേവനിലേക്ക്, ഭഗവാനിലേക്ക് ഈ ജീവനാകുന്ന നാം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മുക്തിക്ക് അർഹത കിട്ടുക. സമൂഹ മധ്യത്തിലായിരിക്കണത്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, പഞ്ചാര പായസം കുടിക്കുന്നുണ്ട്, ഡോക്ടർ ചീത്തയും പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. എന്താ കാരണം? സ്മൃതി സദാസമയത്തും ഭഗവാനില്ല. അതാണ്. അപ്പോൾ മുനേഹേ ഏകാന്ത ജീവിനഃ മാത്രം ഈ വിരക്തനായിട്ടുള്ള മുനി ഏകാന്ത ജീവിതം നയിക്കുമ്പോൾ, അത് ഹിമാലയത്തിൽ പോയിട്ട് വേണ്ട, മുറി അടച്ചിരുന്നിട്ട് ഹിപ്പോക്രാറ്റ് ആവണ്ട. നമ്മൾ നമ്മുടെ ഈ ജീവനെ ഈശ്വരനിലേക്ക് എത്തിക്കുക എന്ന ഒരു ഭാവത്തിലാണ് എങ്കിൽ, അപ്പം മുനിയാണ്, മനനം ചെയ്യാണ് ഈശ്വരനെ, ഏകാന്ത ജീവിതമാണ്, വിരക്തനാണ്, സുഖം അനുഭവിക്കുന്നു. ആ സുഖം ഇന്ദ്രിയ സുഖമല്ല, സച്ചിദാനന്ദമായിട്ട് മനസ്സിൻ്റെ സുഖമായിട്ട് മാറുന്നു. അപ്പോൾ ദേഹപീഡാദികളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സ്വസ്ഥത നേടിയിട്ട് ഈ ഒരു വിചാരത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് സാരം. അച്ഛനോട് പറയാണ്, എന്നുവെച്ചാൽ ഇന്ദ്രസ്യ സുഖം ചക്രവർത്തിന അഭി സുഖം ന കിഞ്ചിത്. കുറച്ചെങ്കിലും സുഖം ഇല്ല. ചക്രവർത്തിക്കും ഇല്ല, ഇന്ദ്രനും ഇല്ല. ആർക്കാ സുഖമുള്ളത്? സുഖമസ്തി വിരക്തസ്യ മുനേഹേ ഏകാന്ത ജീവിനഃ. അവർക്ക് മാത്രമേ ഉള്ളൂ സുഖം. നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം, എല്ലാം സ്വീകരിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യുമ്പോഴും നാം ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ചാൽ നമ്മൾ സുഖിക്കും. ഈശ്വരനെ മനനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗവത കാര്യങ്ങളൊക്കെ, ഭഗവാന്റെയും ഭാഗവതങ്ങളും, അപ്പോൾ ഭഗവാന്റെ നാമം, രൂപം, ലീല, ധാമം, ഗുണം, ഇതൊക്കെയാണ് വേണ്ടത്. അത് മനനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ആ ബോധത്തോടു കൂടി ജീവിച്ചാൽ ഞാനും ഈശ്വരനും മാത്രമേ ഉള്ളൂ. ദ്വന്ദ്വത്തിലേക്ക് എത്താം. സത്രജ സമോ ഗുണങ്ങളെ ഒഴിവാക്കാം. ത്രിത്വം കടന്ന് ദ്വന്ദ്വത്തിലേക്ക് എത്തി ഭഗവാനിലേക്ക് എത്തുക. അവർക്ക് അച്ഛാസുഖം. പത്മദേവൻ മകനിൽ നിന്നും കേട്ടത് ജ്ഞാനമല്ലേ, വിരക്തിയല്ലേ? ജ്ഞാനത്തിനേക്കാൾ കൂടുതൽ വിരക്തിയല്ലേ? അതാണ്, വിരക്തിയാണ് കൊടുത്തത്. എന്നുവെച്ചാൽ ഇന്ദ്രസ്യ സുഖം കിഞ്ചിത് ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്ത ജീവിനാം. ഇപ്പോൾ 75ാമത്തെ ശ്ലോകം പറഞ്ഞു. ഇനി 76ാമത്തെ ശ്ലോകം തൊട്ട് 65ാമത്തെ ഭാഗത്തിൽ പറയാം. ശ്രീ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.